ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടി വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ചെറുതായി കൊത്തിയരിഞ്ഞ 2 വലിയ സവാള, കറിവേപ്പില 2 തണ്ട് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് ചെറുതായി വട്ടത്തിന് അരിഞ്ഞത്, 2 കോഴിമുട്ട. അതാണ് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. നല്ല രീതിയിലൊന്നും വേവണ്ട, പകുതി വേവിൽ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് പകുതി വേവ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കാം. ഇതിൽ വേറെ മസാല ഐറ്റംസ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. മുട്ട അടിയിൽ പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മുട്ട ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പം നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ബ്രെഡും കൂടി ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട്. ബ്രെഡ് നന്നായിട്ട് പൊടിച്ച് ഇതുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിന് ഇതിനെ ഒന്ന് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിന് തന്നെയാണ് ആക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്തൊന്ന് കലക്കിയെടുക്കുക. അല്ല, ഞാനിപ്പോൾ ഇവിടെ മൈദാ മാവാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മൈദാ മാവിൽ അല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ മൈദാ മാവ് തട്ടിയിട്ടപ്പോഴത്തേക്കും അളവൊന്ന് കൂടിപ്പോയി. അതിൻ്റെ ആവശ്യമില്ല, 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ 2 ബ്രെഡ് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മൈദാമാവ് കലക്കിയതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും തന്നെ വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഓരോ സൈഡും ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കട്ട്ലറ്റാണിത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ടച്ച് ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കണ്ട. പിന്നെ മുകൾ ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എന്നാൽ ഇനി ഒട്ടും വൈകിക്കേണ്ട, ചെറിയ ചൂടോട് തന്നെ ഞാൻ കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.